ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ മിൽക്ക് ഷേക്ക് ആയാലോ. ഇതിൽ നമ്മൾ ഷുഗറോ ശർക്കരയോ അങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കാണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് മോർണിംഗിൽ അതുപോലെ തന്നെ ഈവനിങ്ങിലൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ മിൽക്ക് ഷേക്ക്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. യുഎയിലൊക്കെ ഇപ്പോൾ മാംഗോയുടെ സീസണാണ്. വളരെ ചീപ്പായിട്ട് തന്നെ നമുക്ക് മാംഗോ കിട്ടുന്നുണ്ട്. മാംഗോ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മിൽക്ക് ഷേക്കാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 10-25 ഈത്തപ്പഴം, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഓട്സ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ ഒരു മിൽക്ക് ഷേക്കിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മിൽക്ക് വേണം കേട്ടോ, നല്ല ഫ്രഷ് മിൽക്ക് തന്നെ വേണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മാങ്ങയൊക്കെ തോല് ചെത്തിയെടുക്കുക. കറക്റ്റായിട്ട് തോല് ചെത്തിയെടുത്തിട്ട് മാങ്ങ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. മാങ്ങ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. പൊതുവേ ഈ ഒരു ചൂടുകാലത്ത് എന്തെങ്കിലുമൊക്കെ ഷേക്ക് കുടിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യും. അത് ഒന്നുകൂടെ ഹെൽത്തി ആയാലോ ഒന്നും പറയും വേണ്ട. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്ലേവറിൽ ഹെൽത്തി ആയിട്ട് ജ്യൂസ് കിട്ടിയ അല്ലെങ്കിൽ ഷേക്ക് കിട്ടിയാൽ ആരാ കുടിക്കാണ്ടിരിക്കുക അല്ലേ. അതിനുശേഷം നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ ഓരോ കുരുവും കളയുക. ഈ ഈത്തപ്പഴം പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. നമ്മൾ ആ ഈത്തപ്പഴം കുറച്ച് നേരം ഒരു വാം വാട്ടറിൽ നേരിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഈത്തപ്പഴമൊക്കെ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഓട്സ് 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമ്മളൊരു പാൻ ചൂടാക്കി അതിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ഓട്സ് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതിങ്ങനെ ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓട്സ് ജസ്റ്റ് ഒന്ന് നമ്മൾ ഹീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്രൈൻഡറിലേക്ക് നമ്മൾ ഈത്തപ്പഴവും അതുപോലെ തന്നെ മാങ്ങ കഷ്ണങ്ങളും അതുപോലെ തന്നെ ഓട്സും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം 2 ഗ്ലാസ് മിൽക്ക് പശുവിൻ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഐസ് ക്യൂബും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു പാല് കട്ടിയായിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രീസ് ചെയ്തിട്ട് പാലെന്നെ ഫ്രീസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ഐസ് ക്യൂബൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഷേക്ക് റെഡി. ഇതൊരു ഗ്ലാസ് രാവിലെ കുടിച്ചാൽ പിന്നെ വേറെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കുടിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിലെല്ലാ ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ട്. ഓട്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, മിൽക്ക് ഉണ്ട്, അതുപോലെ ഡയറ്റ്സ് ഉണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് നട്ട്സിന് വേണമെങ്കിൽ മുകളിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഒരു പെർഫെക്റ്റ് മിൽക്ക് ഷേക്കായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. വയറൊക്കെ നല്ല ഹെവി ഫീലിന് നമുക്ക് തരുന്നതാണ്. പ്രത്യേകിച്ച് ജോലിക്കാർക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ അതും ഇതൊന്നും കഴിക്കാനുള്ള നേരം ഉണ്ടാവില്ല. അപ്പോൾ അതിന് പകരം ഈ ഒരു ഒറ്റ മിൽക്ക് ഷേക്ക് കുടിച്ചാൽ വയറ് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും, ഒരു പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആവുകയും ചെയ്യും. എല്ലാവിധ ഇൻഗ്രീഡിയൻസും ഓട്സ് ആയാലും ഫ്രൂട്ട്സ് ആയാലും എല്ലാവിധ ഇൻഗ്രീഡിയൻസും അടങ്ങിയ ഒരു പെർഫെക്റ്റ് മിൽക്ക് ഷേക്ക് തന്നെയാണ്. ഈ ഒരു മിൽക്ക് ഷേക്ക് പ്രായമായവർക്കും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ റെസിപ്പീസുമായിട്ടൊക്കെ വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.